ധാരാളം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നോവൽ എഴുതുന്നത്. നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള വ്യക്തികൾ, നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ, അവരുടെ വൈകാരികമായ മുഹൂർത്തങ്ങൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ടൊരു കഥയാണ് എഴുതി തുടങ്ങിയത്. പിന്നെ അത് നോവലായി പരിണമിച്ചതാണ്. അപ്പം ഇത് നോവലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അത് വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പം അങ്ങനെ എഴുതി വന്ന കുറേ നാളുകളായിട്ട് മനസ്സിലുള്ള കാര്യമാണ്. 1 വർഷമാകുന്നു. അപ്പം അതിനിടയിൽ ഉണ്ടായിട്ടുള്ള പല പല തിരക്കുകൾക്കിടയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഒരു നോവൽ നോവലിന്റെ രൂപത്തിലേക്ക് ഇത് എത്തിച്ചേർന്നത്. മലയാള മനോരമ ബുക്സ് ഇത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസിദ്ധീകരിക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്, ഈ തിരക്കിനിടയിൽ എങ്ങനെ ഈ എഴുത്ത് എന്നുള്ളതാണ്. അതെ, അതിനിടയിൽ വായനയും എഴുത്തുണ്ട്. വായന എന്തായാലും ഉണ്ട്. അതിന്റെ കൂടെയാണ് ഇതുകൂടെ എഴുതാമെന്ന് കരുതിയത്. അപ്പൊ അങ്ങനെ അതൊരു നോവലായി രൂപാന്തരപ്പെട്ടതാണ്. ഇത് പൂർണ്ണമായും ഫിക്ഷനാണോ അതോ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ? അല്ല, ഫിക്ഷനാണ്. നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള ധാരാളം മനുഷ്യര്, ഓരോ വ്യക്തികള്, അതോടൊപ്പം തന്നെ അവരുടെ അനുഭവങ്ങള്, അവരുടെ ജീവിതങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. ഒരു ഇൻഡോ അമേരിക്കൻ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. കൂടുതൽ എഴുത്തിലേക്കുള്ള പിന്നൊരു നോവൽ എന്റെ മനസ്സിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നോവലാണ്. ഞങ്ങളുടെ പ്രദേശങ്ങൾ, ഞങ്ങളുടെ ഓണാട്ടുകര, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളും സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലുള്ള, രാജഭരണകാലം മുതലുള്ള ചില വസ്തുതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോവലിനെ എന്റെ മനസ്സിലുണ്ട്. ഞങ്ങളൊക്കെ കായംകുളം രാജാവിന്റെ കീഴിലായിരുന്നു. കായംകുളം രാജാവ്, ഓണാട്ടുകര, കുട്ടനാട്, അപ്പർ കുട്ടനാട്, ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സംഭവങ്ങൾ, പലപ്പോഴും അത് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അതെല്ലാം ചേർത്തുകൊണ്ടൊരു നോവലിനെ പറ്റിയുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എപ്പോൾ പുറത്തു വരുമെന്ന് അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആത്മഹത്യക്ക് സ്കോപ്പ് ഉണ്ടോ? ആത്മഹത്യ എഴുതിയ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയം ചോദിച്ചാൽ, ഈ നാട്ടിക MLA-യുമായി ബന്ധപ്പെട്ടിരുന്നപ്പോ അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അങ്ങ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു, കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു. ഒരു വിസ്മയമാകുമോ? അല്ല, അദ്ദേഹവുമായിട്ട് അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് സംസാരിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥതയുണ്ട്. പേയ്മെന്റ് സീറ്റ് എന്നാണ് വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ് ഈ CC മോഹൻ. അദ്ദേഹം അസുഖമായി കിടന്നപ്പോഴും ഞാൻ നിരവധി തവണ ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. നിയമസഭയിൽ വരുമ്പോഴും ഏറ്റവും പുറകിൽ വെച്ചപ്പോഴും ഞാൻ ഏറ്റവും ചിലപ്പോൾ പുറകിൽ പോയിരിക്കും. അപ്പം അന്നേരം എൻ്റെ അടുത്ത് വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്ത നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നാം തവണയാണ്, ഒരു തവണയെ മത്സരിച്ചിട്ടുള്ളൂ. 2-3 തവണ മത്സരിച്ച ആളുകൾക്ക് ഇളവ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു ക്രൂരതയാണ് CPI കാട്ടിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അത് അദ്ദേഹത്തിന് എന്താ നിലപാടെന്ന് ഇരിക്കട്ടെ. ഇന്നിപ്പോ കുറച്ചു മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എന്താ വേണ്ടത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പേയ്മെന്റ് സീറ്റ് എന്ന വാക്ക് CPIക്ക് പുതുമയല്ല. നേരത്തെ ബെന്നറ്റ് ബ്രാവിന്റെ കൊടുത്തപ്പോഴൊക്കെ ഇതേ ആരോപണം CPI നേരിട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല ഇതിനെപ്പറ്റി. ഏതായാലും അദ്ദേഹം പറഞ്ഞേ ഞാൻ ശ്രദ്ധിച്ചു പേയ്മെന്റ് സീറ്റാണുള്ളത്. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ. ഏതായാലും ഈ CC മൂന്നൻ എന്ന് പറയുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റാണ്, പാവമാണ്. ഒരു സ്വന്തമായി കിഴക്കിടക്കാൻ ഒരു ശരിയായ വീട് പോലും ഇല്ലാത്ത മനുഷ്യനാണ്. ആത്മാർത്ഥ ഉള്ള ആളാണ്. ഞാൻ എല്ലാ MLA-മാരോടും നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരാളാണ്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എന്നെ അദ്ദേഹം വിളിച്ചത്. അത് കഴിഞ്ഞ് മറ്റു നേതാക്കളെയും അദ്ദേഹം സംസാരിക്കും. അത് വരട്ടെ, അത് ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. അദ്ദേഹത്തിന്റെ നിലപാട് അറിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും.